പ്രിയ വിദ്യാർത്ഥികളെ, വരുന്ന SSLC ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന മദർ ടു സൺ എന്ന കവിതയുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതുപോലെ തന്നെ കവിതയുടെ അപ്രീസിയേഷൻ, ഇവ വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. കവിതാ വരികളെ അടിസ്ഥാനമാക്കി 4-5 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് പരീക്ഷയിൽ ഏറെക്കാലമായി തുടർന്നു വരുന്ന ഒരു രീതിയാണ്. വരുന്ന പരീക്ഷയിലും അതിന് മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം മദർ ടു സൺ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. മദർ ടു സൺ എന്ന കവിതയിലെ ഓപ്പണിംഗ് ലൈൻ തൊട്ട് "Where there ain't been no light" എന്ന വരെയുള്ള വരികളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ മദർ ടു സൺ എന്നുള്ള കവിത ശരിയാം വിധം അറിഞ്ഞിരിക്കണം. മലയാളത്തിൽ ലളിതമായി കവിതയുടെ എല്ലാ വശങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കണ്ട് കവിത ശരിയാം വിധം ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഈ വരികളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ 1. ഹു ഈസ് ദി ഐ ഇൻ ദ പോയം? ഈ കവിതയിൽ പരാമർശിക്കുന്ന ഐ എന്നത് ആരാണ്? ആൻസർ: ദി ഐ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം, എ മദർ. ഈ കവിതയിലെ സ്പീക്കർ ഒരു അമ്മയാണ് ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ 2. ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ഈ കവിതയിലെ സ്പീക്കർ ആരാണ്? ഇങ്ങനെ 2 രീതിയിലും ഈ ചോദ്യങ്ങൾ നാം പ്രതീക്ഷിക്കണം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ: ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് എ മദർ ആൻഡ് ആഫ്രോ അമേരിക്കൻ വുമൺ. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജയായ ഒരു സ്ത്രീ, ഈ കവിതയിലെ മദർ, അവർ തന്നെയാണ് സ്പീക്കർ. ക്വസ്റ്റ്യൻ 3. ഡു യു ഫീൽ ദ പ്രസൻസ് ഓഫ് എ ലിസണർ? ഹൗ? ഈ കവിതയിൽ സ്പീക്കർക്ക് പുറമെ ഒരു ലിസണർ, ഒരു ശ്രോതാവിന് നിങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട്? എങ്ങനെയാണത് ഫീൽ ചെയ്യുന്നത്? ആൻസർ: യെസ്, ദർ ഇസ് എ ലിസണർ, ദ സൺ. ഈ കവിതയിൽ മകൻ എന്ന ഒരു ലിസണർ ഉണ്ട്. ദി ഓപ്പണിംഗ് ലൈൻ ഓഫ് ദ പോയം, "വെൽ സൺ, ഐൽ ടെൽ യു," clearly indicates that the mother is speaking to her son, asking him to listen carefully to her words. കവിതയുടെ ഓപ്പണിംഗ് ലൈൻ തന്നെ "വെൽ സൺ, ഐൽ ടെൽ യു," മകനെ ഞാൻ നിന്നോട് പറയാം എന്ന രീതിയിലാണ് തുടങ്ങുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അമ്മ എന്തോ ചില കാര്യങ്ങൾ തൻ്റെ മകനോട് പറയുകയാണ്, അവനോട് അമ്മയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന രീതിയിലാണ് കവിത തുടങ്ങുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ലിസണറുടെ സാന്നിധ്യം. ക്വസ്റ്റ്യൻ 4. ഈവൻ ദോ ദർ ആർ 2 characters in the poem, only one character speaks. ഈ കവിതയിൽ 2 കഥാപാത്രങ്ങളുണ്ടെങ്കിലും ഒരു കഥാപാത്രം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വാട്ട് ഈസ് സച്ച് എ പോയം കോൾഡ്? ഇങ്ങനെയുള്ള കവിതകൾക്ക് എന്ത് പേരാണ് പറയുക? ഒരു കഥാപാത്രം മാത്രം സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന തരത്തിലുള്ള കവിതകളെ എന്ത് പേര് വിളിക്കും? ആൻസർ: എ പോയം റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ദ സ്പീച്ച് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ ഈസ് നോൺ ആസ് ഡ്രമാറ്റിക് മോണോലോഗ്. ഇത്തരത്തിൽ ഒരു കഥാപാത്രം മാത്രം സംസാരിക്കുന്ന രീതിയിലുള്ള കവിതകളെ ഡ്രമാറ്റിക് മോണോലോഗ് എന്നാണ് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ 5. വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ക്രിസ്റ്റൽ സ്റ്റെയർ സ്റ്റാൻഡ് ഫോർ? ഈ കവിതയിലെ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ള ഈ പ്രയോഗം എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ: ദ ക്രിസ്റ്റൽ സ്റ്റെയർ ഈസ് എ സിംബൽ ഓഫ് കംഫർട്ട്, ലക്ഷറി ആൻഡ് ബ്യൂട്ടി ഇൻ ലൈഫ്. ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ, ആഡംബരം, മനോഹാരിത, ഇതൊക്കെയാണ് ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ള ആ സിംബൽ സൂചിപ്പിക്കുന്നത്. ദ മദേഴ്സ് ലൈഫ് വാസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ. ഈ കവിതയിലെ അമ്മയുടെ ജീവിതം ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല. ദാറ്റ് ഈസ്, ഹെർ ലൈഫ് വാസ് നെവർ കംഫർട്ടബിൾ ആൻഡ് ലക്ഷറിയസ്. അതായത് അമ്മയുടെ ജീവിതം ഒരിക്കലും സൗകര്യപ്രദവും ആഡംബരപൂർണവും ആയിരുന്നില്ല.
Question 6. How was the mother's life? അമ്മയുടെ ജീവിതം എങ്ങനെ ഉള്ളതായിരുന്നു? Answer. The mother's life was a stair with tacks, splinters and torn-up boards. അമ്മയുടെ ജീവിതം കൂർത്ത ആണികൾ നിറഞ്ഞ മൂർച്ചയുള്ള പലകകൾ നിറഞ്ഞ ടോണപ്പ് ബോർഡ്സ് ചവിട്ടുപടികൾ ദ്രവിച്ച തരത്തിലുള്ള ഒരു സ്റ്റെയർ ആയിരുന്നു. അതായത് ഹെർ ലൈഫ് വാസ് നെവർ കംഫർട്ടബിൾ. അമ്മയുടെ ജീവിതം ഒരിക്കലും കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ് വാസ് ഫുൾ ഓഫ് ഹാർഡ്ഷിപ്സ് ആൻഡ് ഓബ്സ്റ്റക്കിൾസ്. ആ ജീവിതം പ്രയാസങ്ങൾ നിറഞ്ഞതും തടസ്സങ്ങൾ ഉള്ളതുമായിരുന്നു. Question 7. What is the figure of speech applied in the second line? കവിതയുടെ രണ്ടാം വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? കവിതയുടെ രണ്ടാമത്തെ വരി ലൈഫ് ഫോർ മീ എയിൻഡ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ളതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്നാണ് പറയുന്നത്. In the second line, life for me ain't been no crystal stair. The mother's life is compared to a crystal stair. ഈ വരിയിൽ അമ്മയുടെ ജീവിതം ഒരു ക്രിസ്റ്റൽ സ്റ്റെയറുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. And the comparison extends till the poem ends. ആ കമ്പാരിസൺ കവിത അവസാനിക്കും വരെ നിലനിർത്തിയിട്ടുമുണ്ട്. This is an example of the poetic device called extended metaphor. ഈ കമ്പാരിസൺ ഇതൊരു പോയറ്റിക് ഡിവൈസാണ്. എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. Question 8. Comment on the language of the mother. അമ്മയുടെ ഭാഷയെക്കുറിച്ച് അഭിപ്രായം പറയുക. അതല്ലെങ്കിൽ കമൻറ്റ് ഓഫ് ദ ലാംഗ്വേജ് ഓഫ് ദ പോം, ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയെക്കുറിച്ച്. രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻസർ. The language used in the poem is an Afro-American dialect. ആഫ്രിക്കൻ അമേരിക്കൻ വംശജർ സംസാരിക്കുന്ന ഒരു ഡയലക്റ്റ്, അവരുടെ ഒരു പ്രാദേശിക ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. The poet deliberately used this dialect to depict the mother as an illiterate and poor woman of the Afro-American community. ആഫ്രോ-അമേരിക്കൻ വംശജരിൽപ്പെട്ട വളരെ പാവപ്പെട്ട നിരക്ഷരയായ ഒരമ്മയെ, ഒരു സ്ത്രീയെ ചിത്രീകരിക്കാൻ കവി മനഃപൂർവ്വമാണ് ഇങ്ങനെയുള്ള ഒരു ഭാഷാപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. Question number 9. What does the speaker mean by the word bear? ഈ കവിതയിലെ ഒരു ലൈൻ തന്നെയാണ് bear എന്നുള്ള വേർഡ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Answer. The word bear here means that the mother's life was devoid of all basic needs of a person's life. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. Question 10. What do the expression reaching landings and turning corners signify? ഈ പ്രയോഗങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? Answer to question 10. These expressions signify different phases of the mother's life. അമ്മയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെയാണ് ഈ പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്നത്. The expression reach in landings means that sometimes she finds some momentary comforts. Reaching landings എന്നുള്ള ഈ പ്രയോഗം അർത്ഥമാക്കുന്നത് അമ്മയുടെ ജീവിതത്തിൽ നൈമിഷികമായ ചില ആശ്വാസങ്ങൾ അമ്മ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. And turning corners means that often she has to look for other ways to find solutions to her problems. Turning corners എന്നുള്ള പ്രയോഗം അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ അമ്മയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ചിലപ്പോഴൊക്കെ മറ്റു വഴികൾ തേടേണ്ടി വരുന്നു എന്നുമാണ്. Question 11. What does the expression going in the dark mean here? Going in the dark എന്നുള്ള ഈ പ്രയോഗം എന്താണ് അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Answer. The expression going in the dark means that the mother sometimes ends up in some helpless situations in her life. ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് അമ്മ ചിലപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ നിസ്സഹായമായ പ്രതീക്ഷയറ്റ ചില സന്ദർഭങ്ങളിൽ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്.
Question 12. What does the expression "there ain't been no light" convey? There ain't been no light എന്നുള്ള ഈ പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? Answer. The expression "there ain't been no light" conveys that the mother sometimes reaches a situation without even a single ray of hope. നേരത്തെ സൂചിപ്പിച്ച നിസ്സഹായമായ ചില അവസ്ഥകളിൽ അമ്മ എത്തിപ്പെടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ നേരിയ പ്രതീക്ഷയുടെ ഒരു കിരണം പോലും ഇല്ലാതെയാണ് എത്തിപ്പെടുന്നത്. ഇവിടെ there ain't been no light means there ain't been no ray of hope എന്ന് നമുക്ക് അർത്ഥം കൊടുക്കാം. പ്രതീക്ഷയുടെ ഒരു നേരിയ കിരണം പോലും, ഒരു വെളിച്ചം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അമ്മ ചിലപ്പോഴൊക്കെ എത്തിപ്പെടുന്നു. Question 13. The word "and" is repeated at the beginning of several successive lines in this poem. ഈ കവിതയിൽ "and" എന്നുള്ള പദം ഏതാനും വരികളുടെ, തുടർന്ന് വരുന്ന വരികളുടെ ആരംഭത്തിൽ ആവർത്തിക്കപ്പെടുന്നു. This kind of a repetition is a poetic device. ഇങ്ങനെ വരികളുടെ തുടക്കത്തിൽ ഒരേപോലുള്ള പദങ്ങൾ അല്ലെങ്കിൽ ഫ്രേസുകൾ ആവർത്തിക്കപ്പെടുക എന്നുള്ളത് ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. വാട്ട് ഇസ് ഇറ്റ്? എന്താണ് അത്തരം പോയറ്റിക് ഡിവൈസിന് പറയുന്നത്? ആൻസർ. The repetition of a word or phrase at the beginning of several successive lines is called anaphora. ഇങ്ങനെയുള്ള ആവർത്തനത്തിന് അനഫോറ എന്നാണ് പറയുന്നത്. And now some more questions from the remaining lines. Read the following lines from the poem Mother to Son and answer the questions that follow. So boy, don't you turn back എന്ന് തുടങ്ങുന്ന വരി തൊട്ട് അവസാന വരി വരെ. Question 14. What is the mother's advice to her son? തൻ്റെ മകനോട് അമ്മ നൽകുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? Answer. The mother advises her son not to turn back. അമ്മ മകനെ ഉപദേശിക്കുന്നത് ജീവിതയാത്രയിൽ ഒരിക്കലും തിരിച്ചു പോരരുത്. Not to sit down on the steps. ജീവിതയാത്രയിൽ ജീവിതത്തിൻ്റെ കോണിപ്പടവുകൾ കയറുമ്പോൾ ആ സ്റ്റെപ്പിൽ ഒരിക്കലും തളർന്നിരുന്ന് പോകരുത്. And not to fall down. വീണു പോകരുത്. Even when he finds it difficult to climb the life stairs. ജീവിത കോണിപ്പടികൾ കയറുന്നത് ഏറെ പ്രയാസകരമാണെന്ന് കണ്ടാൽ പോലും പിന്തിരിഞ്ഞു പോരുകയോ തളർന്നിരുന്നു പോവുകയോ വീണു പോവുകയോ ചെയ്യരുത്. ഇതൊക്കെയാണ് ഉപദേശം. Question 15. What does the line "cause you finds it is kind hard" convey? എന്താണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത്? Answer. The line "cause you finds it is kind hard" conveys the fact that climbing the steps of life's stair will be a hard task. ജീവിതയാത്ര അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പടവുകൾ കയറുക എന്നുള്ളത് അല്പം പ്രയാസകരമായ കാര്യമാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Question 16. How does the mother encourage her son in facing hardships? പ്രയാസങ്ങൾ നേരിടുന്നതിൽ എങ്ങനെയൊക്കെയാണ് അമ്മ മകനെ പ്രോത്സാഹിപ്പിക്കുന്നത്? Answer. The mother encourages her son by explaining her own experiences. സ്വന്തം അനുഭവങ്ങളെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടാണ് അമ്മ മകന് പ്രോത്സാഹനം നൽകുന്നത്. She is still climbing in her old age the rough and tough stairs of life without yielding before the obstacles of life. ജീവിത പ്രയാസങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ വളരെ ടഫ് ആൻഡ് റഫായിട്ടുള്ള പരുക്കൻ ജീവിത കോണിപ്പടികൾ തൻ്റെ വാർദ്ധക്യത്തിലും അമ്മ കയറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകന് പ്രചോദനം നൽകുന്നു. Question 17. Point out examples of alliterations from these lines. ഈ വരികളിൽ നിന്ന് അലിറ്ററേഷൻ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചിന് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. Answer. In the line "Don't you sit down on the steps," the consonant sounds d and s repeat, making alliteration. ഈ വരിയിൽ d സൗണ്ടും s സൗണ്ടും ആവർത്തിക്കുന്നു. അത് അലിറ്ററേഷൻ ആണ്. Question 18. Identify an example of assonance from these lines.
ഈ വരികളിൽ നിന്ന് ആസോണൻസ് എന്ന ഫിഗർ ഓഫ് സ്പീച്ചിന് ഒരു ഉദാഹരണം കണ്ടെത്തുക. ഇൻ ദ ലൈൻ സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്, ഈ വരിയിൽ ദ വവൽ സൗണ്ട് ഓ റിപ്പീറ്റ്സ്. ഓ എന്ന വവൽ സൗണ്ട് ആവർത്തിക്കപ്പെടുന്നു. ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആസോണൻസ്. വവൽ സൗണ്ടുകളുടെ ആവർത്തനമാണ് ആസോണൻസ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ആസോണൻസ് എന്ന ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ഒരു ഉദാഹരണമാണ്. നെക്സ്റ്റ്, attempt a brief appreciation of the poem Mother to Son, focusing on the theme, style of the poem and the figures of speech used. കവിതയുടെ തീം, സ്റ്റൈൽ, കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് മദർ ടു സൺ എന്ന കവിതയുടെ ഒരു അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രാവശ്യം ഫോക്കസ് ഏരിയ ലെസൺസ് ലിസ്റ്റിൽ 3 കവിതകൾ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഓരോ കവിതയുടെയും അപ്രീസിയേഷൻ നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മദർ ടു സൺ എന്ന ഈ കവിതയുടെ അപ്രീസിയേഷൻ നോട്ട്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മദർ ടു സൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂസ്. Mother to Son is a poem by Langston Hughes, an American writer and social activist. He is best known as a leader of the Harlem Renaissance. A socio-cultural enlightenment of the Afro-Americans began in the 1920s. In the poem, the poet depicts the social backwardness of the African-American people and the miseries and hardships of their lives. The speaker of the poem is a poor and illiterate mother who is a representative of the Afro-American community. She speaks to her son about her life. She says that her life has never been as smooth and comfortable as a crystal stair. Her life's stair was full of tacks, splinters, and torn-up boards. Her life was devoid of all basic needs of a person's life. However, she has been climbing the stair of her life's journey. Sometimes she reaches a landing with some momentary comfort, but often she has to turn directions and look for other ways to find solutions to her problems in life. At times, she ends up in utter darkness, a completely helpless situation without even a single ray of hope. But he has never thought of giving up fighting for existence. She advises her son not to turn back, not to sit down on the steps, and not to fall down even when he finds it difficult to climb the stairs of life. She encourages him to fight and defeat the obstacles in life, learning lessons from his own mother's life and making her a model. The poem is a dramatic monologue written in the free verse style. The poem does not use a consistent metric pattern, a rhyme scheme, or a clear stanza system. The tone of the poem is didactic, encouraging, and hopeful. The poet excellently exploits all the possibilities of visual imagery by using words like crystal stair, tacks, splinters, and torn-up boards to create a comparison between a comfortable life and a miserable life. The use of the Afro-American dialect language is adequate enough to portray an illiterate, poor woman in reader's imagination. The mother's life is compared to a crystal stair and extends the comparison till the poem ends. This is an example of the literary device extended metaphor. An example of alliteration is seen in the line, "Don't you sit down on the steps," where the consonant sounds d and c repeat. In the line, "So boy, don't you turn back," the vowel sound o repeats and creates assonance. Many successive lines are begun with the word and, which is an example of the poetic device anaphora.
Langston Hughes has succeeded in every sense in portraying the miserable lives of the Afro-American community through his poem Mother to Son. ഈ കവിതയുടെ അപ്രീസിയേഷൻ നോട്ടിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും മനസ്സിലായിരിക്കും. കവിതയുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും അതിൽ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ അപ്രീസിയേഷൻ നോട്ടിലും ഉൾപ്പെടുന്നത്. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമിനേഷന് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.